വെൽക്കം ബാക്ക് ടു CSN മാത്സ്. നമ്മുടെ LBS MCAയുടെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ 1 മന്ത് നമ്മൾ എന്ത് ചെയ്തു, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. റിസൾട്ടിനെ സംബന്ധിച്ച് നിലവിലും എന്താണ്, ഇന്നുകൂടെ വിളിച്ചിട്ടുള്ളൂ, ഈ വരുന്ന വീക്കിൽ തന്നെ റിസൾട്ട് വരും എന്നാണ് അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ അവരെ കോൺടാക്ട് ചെയ്യാം. ആ നമ്പറിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയും. നിലവിൽ സൈറ്റിൽ തന്നെയാണ് അതിൻ്റെ ഡിസിഷൻ, അതായത് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വരിക. അല്ലാണ്ട് എന്ന് ഇത് വരും എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ബെസ്റ്റ് കോളേജസ് ഇൻ LBS 2026 ഫോർ MCA ഏതാണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതൊക്കെ കോളേജുകളാണ് നമ്മുടെ ഈ ഒരു LBSൻ്റെ MCAയിൽ നിങ്ങൾ ഇനി വരുന്ന ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലേക്കാണ് അഡ്മിഷൻ കിട്ടുന്നത് നിങ്ങൾ ഒരു പക്ഷേ നോക്കിയിട്ടുണ്ടാവും. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോളേജ് കൊടുത്തിരിക്കുന്നത് ആ ഒരു കോളേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മനസ്സിലാക്കാം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം ഏതാണ് ബെസ്റ്റ് കോളേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോളേജ് കോഡ്, കോളേജ് നെയിം, അതുപോലെ തന്നെ ഗവൺമെൻറ് മെറിറ്റ് സീറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഏത് യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഗവൺമെൻറ് സീറ്റിൻ്റെ നിങ്ങൾക്ക് ഇവിടെ സീറ്റുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതാണ് നമ്പർ ഓഫ് സീറ്റ്സ് വരുന്നത്. ഈ നമ്പർ ഓഫ് സീറ്റ്സ് വരുന്ന സമയത്ത് ഇവിടെ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 50ൻ്റെ മുകളിൽ ഏകദേശം 56 കോളേജസ് ആണ് LBS ക്യാപ്പ് 2025 പങ്കെടുത്തിട്ടുള്ളത്. 25-26 ഇത്രയും 56 കോളേജുകളാണ് അതിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇത്രയും സീറ്റുകളാണ്. ഏകദേശം 1800-നകത്ത് ഗവൺമെൻറ് സീറ്റുകളാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള സീറ്റുകളുടെ എണ്ണം വരുന്നത് 1800 അത് 1800 സീറ്റുകളിലേക്കാണ് ഈ പറഞ്ഞിട്ടുള്ള അഡ്മിഷൻ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കണം, ഇത് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ഏതാണെന്നും കൂടി നോക്കണം. 2025-26 ക്യാപ്പിലെ കാര്യമാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കോളേജിൻ്റെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈനൽ ലിസ്റ്റ് 26-27 എന്ത് ചെയ്യും, ലേറ്റർ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അത് പിന്നീട് വരുന്നതാണ്. വിച്ച് മീൻസ് അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1800 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ നിന്നും വീണ്ടും കൂടും. അതായത് 2000+ അല്ലെങ്കിൽ ഒരു 3000+ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം സീറ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഇത് അതിൽ പ്രതീക്ഷിക്കാം. അപ്പം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഗവൺമെൻറ് സീറ്റ്സ് മാത്രമല്ല സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വരുന്നുണ്ട്, നല്ല നല്ല കോളേജുകൾ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് ആണ് അത് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് അതിലുള്ളൂ. മറ്റുള്ള സിലബസും കാര്യങ്ങളൊക്കെ എന്ത് വരും, അതുമായി ബന്ധപ്പെട്ട തന്നെയായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രമാണ്. എഞ്ചിനീയറിംഗ് കോളേജ് TVM ആണ്. ഓക്കെ, അതേത് യൂണിവേഴ്സിറ്റിയാണ്, KTUവിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ വരുന്ന കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. അവിടെയുള്ള സീറ്റുകളും കൂടി നോക്കുക, 60 സീറ്റാണ്. ഇത് ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് കേട്ടോ. മറ്റുള്ള കാര്യങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ അതിൽ വരും. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതായത് ഓരോ കാറ്റഗറിക്കും എത്ര % സീറ്റാണ് എന്നുള്ളത് ഈ സ്ലൈഡിൻ്റെ മുകളിലുള്ള ഷീറ്റിൽ വരുന്നുണ്ട്, പേജുകളിൽ വരുന്നുണ്ട്. അതിനുശേഷം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോട്ടയമാണ്. അവിടെ 60 സീറ്റുണ്ട്. അതൊക്കെ KTUവിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൽ തന്നെ എയ്ഡഡ് കോളേജുകളും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഗവൺമെൻറ് ആണ്. എയ്ഡഡ് കോളേജുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഷെയറിംഗ് വരുന്നുണ്ട്, അതായത് നമ്മളൊരു എമൗണ്ട് കോസ്റ്റ് ഷെയർ ചെയ്തിട്ടാവും ഈ ഒരു കോളേജുകളിൽ പഠിക്കുക. അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് അണ്ടറിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെയാണ്, അത് ഓരോ യൂണിവേഴ്സിറ്റിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. MG യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, കുസാറ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കോളേജ് ഉണ്ട്, അതേത് കോളേജാണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി ആട്ടോ വരുന്നത്. തലശ്ശേരി എന്ത് വരുന്നത്, കുസാറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി വരുന്നത് കുസാറ്റാണ്. പിന്നെ MGൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളുണ്ട്, എടപ്പള്ളി, അതുപോലെ തന്നെ കോട്ടയത്തൊക്കെയുള്ള മറ്റുള്ള കോളേജ് ഉണ്ട്. പിന്നെ അത് വരുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളേൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളുണ്ട്. പിന്നെ മെയിനായിട്ട് ഏതാണ്, അബ്ദുൽ കലാം KTUവിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ MG യൂണിവേഴ്സിറ്റി ഉണ്ട്.
നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിലവിൽ ഇത്രയും കോളേജാണ് കഴിഞ്ഞ കൊല്ലത്ത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതായത് ഈ MCAൻ്റെ 26 പ്രോസ്പെക്റ്റിൽ വരുന്ന ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്ഡേറ്റ് ലിസ്റ്റ് നിലവിൽ വന്നിട്ടില്ല. അത് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നിലവിൽ ഇത്രയും കോളേജസ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ MG ആണ്. MG. ഓക്കെ, റെഡി. അപ്പം മെയിനായിട്ട് ഏതാണ്? അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയാണ്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ MG വരുന്നുണ്ട്. കുസാറ്റിലെ ഒരു കോളേജ് നമ്മൾ കണ്ടു. നിലവിൽ ഇനി വരുന്ന പുതിയ ഇതിൽ കൂടുതൽ കോളേജുകൾ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ടു. ഇതൊക്കെ യൂണിവേഴ്സിറ്റി കേട്ടോ, ഏത് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ സിലബസ് അതിനനുസരിച്ച് മേ ബി മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി അണ്ടറിൽ പിന്നെ ഏതൊക്കെയാണ്? MG യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളാണ് LBS ത്രൂ MCA അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. നിലവിൽ നമ്മുടെ ഡേറ്റ് ഇത്രയും ദിവസമായിട്ട് വന്നില്ല. മേ ബി നാളെയോ മറ്റന്നാളോ ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഡേറ്റ് ഉടനെ വരും. റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും? ഉടനെ പബ്ലിഷ് ചെയ്യും എന്നുള്ള കാര്യം തന്നെ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. ഓക്കെ, റെഡി. അപ്പം അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കമ്മിങ് ഡേയ്സിൽ നമുക്കതുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എന്ത് ചെയ്യാം, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. റെഡി.